ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിൻ്റെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്ലാസ് 5 ക്രിസ്മസ് എക്സാം എന്നുള്ള പ്ലേലിസ്റ്റിൽ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉത്തരങ്ങളും ഇട്ടിട്ടുണ്ട്. ഫസ്റ്റത്തെ ചോദ്യം ആക്ടിവിറ്റി 1. ഇൻ ദി ഫിഗർ എ ലാർജ് സ്ക്വയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 8 ഈക്വൽ പാർട്സ്. ഒരു ലാർജ് സ്ക്വയറിനെ 8 ഈക്വൽ പാർട്സിലെ 8 തുല്യ ഭാഗങ്ങളായിട്ട് വീതിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ. വാട്ട് പാർട്ട് ഓഫ് ദി ലാർജ് സ്ക്വയർ ഈസ് ഷെയ്ഡഡ്? ഈ സ്ക്വയറിൻ്റെ ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാണ്? ഷെയ്ഡ് ചെയ്തത് 1/8 പോർഷൻ ആണല്ലേ, 8 ഭാഗമാക്കിയിട്ടുണ്ടല്ലേ. താഴെ 4 ഭാഗങ്ങളും മുകളിൽ 4 ഭാഗങ്ങളും, അങ്ങനെ 8 ഭാഗത്തിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത് അല്ലേ. 8 പാർട്സ് ആക്കിയതിൽ അല്ലേ ടോട്ടൽ എത്ര ഉണ്ടോ അത് നമ്മൾ താഴെ എഴുതുക അല്ലേ. 8 ഭാഗമാണുള്ളത്, അതിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ ഷെയ്ഡ് ചെയ്തതിൻ്റെ ഫ്രാക്ഷൻ നമ്മളെങ്ങനെ ചെയ്താൽ 1/8 അല്ലേ. ഇനി ഷെയ്ഡ് ചെയ്യാത്തത് ചോദിച്ചാലോ എത്ര ഉണ്ട് അല്ലേ. ആകെ 8 ഭാഗത്തിൽ 7 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ 7/8 ആണ് ഷെയ്ഡ് ചെയ്യാത്തതിൻ്റെത്. ഇവിടെ ഷെയ്ഡ് ചെയ്ത പോർഷനാണ് ചോദിച്ചത്, അതായത് 1/8 ആണ് ആൻസർ. ബി ക്വസ്റ്റ്യൻ ഡ്രോ എ സ്ക്വയർ ഓഫ് സൈഡ് 4 സെൻറ്റിമീറ്റേഴ്സ്. 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ, അതായത് എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, 4 ആയിരിക്കും അല്ലേ, 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആൻഡ് ഡിവൈഡഡ് ഇറ്റ് ഇൻ ടു 16 ഈക്വൽ പാർട്സ്. അതിനെ 16 ഈക്വൽ ഭാഗങ്ങളാക്കിയിട്ടില്ലേ. ഇവിടെ 4 ഭാഗമാണ്, മുകളിൽ 4 4 8 ഭാഗം അല്ലേ. ഇതുപോലത്തെ മുകളിൽ 8ഉം താഴെ 8ഉം ഭാഗങ്ങളാക്കിയാൽ 16 ഈക്വൽ പാർട്സ് കിട്ടും. ഓക്കെ. സി. ഷെയ്ഡ് 1/2 ഓഫ് ദി സ്ക്വയർ യു ഹാവ് ഡ്രോൺ. അതിൻ്റെ 1/2 പോർഷൻസ് ആണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ആകെ 16 അല്ലേ. അപ്പോൾ മുകളിൽ എങ്ങനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു, താഴെയും ഇങ്ങനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ടോട്ടൽ 16 പാർട്സ് ആയി അല്ലേ. 16 ഈക്വൽ പാർട്സ്. ഇതിൽ 1/2 അതായത് 2/1 ഭാഗം, അതിനെ 2 ഭാഗമാക്കിയാൽ അല്ലേ, ഇവിടെ താഴെ ഒരു ഭാഗം മുകളിലൊരു ഭാഗം, ആ 2 ഭാഗം അല്ലേ. ടോട്ടൽ 2 ഭാഗത്തിൽ ഒരു ഭാഗം, അതായത് ഈ മുകളിലുള്ള പോർഷൻസ് ഫുള്ള് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. അതാണ് 1/2. അതായത് 2 ഭാഗത്തിൽ അല്ലേ 2 ഭാഗം, അതിൽ ഒരു ഭാഗം ഫുള്ള് ഷെയ്ഡ് ചെയ്യണം അല്ലേ. 2 ഭാഗമാണ് ടോട്ടൽ, അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യണം. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ഈക്വൽ ടു 3/4. 3/4നോട് ഈക്വൽ അല്ലാത്തത് ഏതാണ്? 8/12 ആണല്ലേ. ഇതൊക്കെ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലേ. 1 3s are 3, 6, 12, 15 ഒക്കെ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 8 3ൻ്റെ മൾട്ടിപ്പിൾസ് അല്ല അല്ലേ. 3/4നോട് ഈക്വൽ അല്ലാത്തത് 8/12 ആണ്. ആക്ടിവിറ്റി 2. കംപ്ലീറ്റ് ദി ടേബിൾ ബൈ റൈറ്റിംഗ് ദി മെഷർമെൻറ്റ്സ് ഇൻ ഫ്രാക്ഷണൽ ഫോം ആൻഡ് ഡെസിമൽ ഫോം. ഇവിടെ ഈ മെഷർമെൻറ്റ്സ് ഫ്രാക്ഷനിൽ A/B ഫോമിൽ എഴുതണം, അതുപോലെ ഡെസിമൽ ഫോം പോയിൻ്റ് ഫോമിലും എഴുതേണ്ടതാണ്. ഇപ്പോൾ മെഷർമെൻറ്റ്സ് 7 സെൻറ്റിമീറ്റേഴ്സ് 8 മില്ലിമീറ്റേഴ്സ് അല്ലേ. 7 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും, അത് സെൻറ്റിമീറ്ററിൽ എങ്ങനെ എഴുതാം അല്ലേ. A/B ഫ്രാക്ഷനിൽ 7 8/10 അല്ലേ. 7 സെൻറ്റിമീറ്റർ അല്ലേ, സെൻറ്റിമീറ്റർ തന്നെയാണ്. ഈ മില്ലിമീറ്ററിനും കൂടി സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ /10 ആണ് ചെയ്യേണ്ടത് അല്ലേ. അത് 10 മില്ലിമീറ്റേഴ്സ് ചേർന്നാലാണ് 1 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 8 മില്ലിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 8/10 അല്ലേ. 8/10 സെൻറ്റിമീറ്റർ അല്ലേ, സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. 7 8 മില്ലിമീറ്റേഴ്സിന് 8/10 സെൻറ്റിമീറ്റർ അല്ലേ, മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ 8/10. ദെൻ നെക്സ്റ്റ് ഡെസിമൽ ഫോം പോയിൻ്റ് ഫോമിൽ എഴുതണം അല്ലേ. അപ്പോൾ 7.8 അല്ലേ. ഇവിടെ ഒരു 0 ആണ് 10നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സ്ഥാനം കഴിഞ്ഞിട്ട്, ഒരു നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഇടേണ്ടത്. 7.8 ബൈ 100 ആണെങ്കിൽ നമ്മൾ 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഇടേണ്ടത്. നെക്സ്റ്റ് 9 ലിറ്റേഴ്സ് 675 മില്ലി ലിറ്റർ. അത് ലിറ്ററിലേക്കാണ് ഫ്രാക്ഷൻ ഫോമിൽ എഴുതേണ്ടത്. അപ്പം 9 ലിറ്ററിൽ തന്നെയാണ്, അപ്പം 9 എന്ന് എഴുതുക. ദെൻ 675 മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റാൻ എന്താണ് ബൈ 1000 ആണ് അല്ലേ. 1000 മില്ലി ലിറ്റേഴ്സ് ചേർന്നതാണ് 1 ലിറ്റർ എന്ന് പറയുന്നതിൽ. 1000 മില്ലി ലിറ്ററുകൾ ചേർന്നതാണ് 1 ലിറ്റർ. അപ്പോൾ മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റാൻ ബൈ 1000. അപ്പോൾ 675 ബൈ 1000. 9 ലിറ്റർ 9 തന്നെയാണ്. 675 മില്ലി ലിറ്ററിൽ 625 മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്കാക്കാൻ ബൈ 1000 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പിന്നെ ഡെസിമൽ ഫോം പോയിൻ്റ് ഫോമിലേക്ക് എങ്ങനെ എഴുതാം അല്ലേ. 3 സ്ഥാനം കഴിഞ്ഞിട്ടാണ്, ഇവിടെ 1000 അല്ലേ. അപ്പം 3 നമ്പേഴ്സ് കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക അല്ലേ. ഇതേ നമ്പർ എഴുതുക 9 6 7 5 ഓക്കെ. മുകളിലുള്ള അല്ലേ. നെക്സ്റ്റ് അടിയിൽ 1000 ആയാലും 3 zeros ഉള്ളതാണ്. 3 സ്ഥാനങ്ങൾ കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഇട്ട് കൊടുക്കേണ്ടത്. 9.675 ലിറ്റേഴ്സ് എന്ന് ഡെസിമൽ ഫോമിൽ എഴുതാം. നെക്സ്റ്റ് 7 കിലോഗ്രാംസ് 125 ഗ്രാംസ് അല്ലേ. അപ്പോൾ 7 കിലോഗ്രാമിലേക്കാണ് മാറ്റേണ്ട ഫ്രാക്ഷൻ. അപ്പോൾ 7 തന്നെ ഗ്രാമിനെ കിലോഗ്രാമിലേക്കാക്കാൻ എന്താണ് ബൈ 1000 അല്ലേ. ഗ്രാമിനെ മില്ലി ലിറ്ററിനൊക്കെ മാറ്റാൻ എന്താണ് ബൈ 1000 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 125 ബൈ 1000. അപ്പോൾ 7 125 ബൈ 1000 അല്ലേ. ഈ ഗ്രാമിൽ ഇതിനെയാണ് ബൈ 1000 ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് 3 സ്ഥാനങ്ങൾ കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടല്ലേ. 7.8
7.125. മൂന്ന് നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഇടേണ്ടത് അല്ലേ. 7.125 അല്ലേ. 1000 ആയതുകൊണ്ട് 1 2 3 അല്ലേ. 3 നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഇടേണ്ടത്. നെക്സ്റ്റ് 4 മീറ്റർ 85 സെൻറ്റിമീറ്റർ. അപ്പോൾ 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബൈ 100 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, മീറ്ററിലേക്കാക്കാൻ അല്ലേ. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്കാക്കാൻ ബൈ 100 ആണ് ചെയ്യേണ്ടത്. 4 മീറ്റർ 4 തന്നെയാണ്. നെക്സ്റ്റ് 85 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്കാക്കാൻ 85 ബൈ 100 അല്ലേ. ബൈ 100 ആണ് ചെയ്യേണ്ടത് അല്ലേ, സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്കാക്കാൻ. അപ്പോൾ 100 ആയതുകൊണ്ട് തന്നെ 2 നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഇടേണ്ടത് അല്ലേ. പോയിൻറ്റിലേക്കാക്കാൻ 4.85. നെക്സ്റ്റ് 8 മില്ലിമീറ്റേഴ്സിനെ സെൻറ്റിമീറ്ററിലേക്കാക്കാൻ എന്താണ്, 1 സെൻറ്റിമീറ്റർ. ചെറിയ മില്ലിമീറ്റേഴ്സിലെ 10 ചെറിയ മില്ലിമീറ്റേഴ്സാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് വെക്കാൻ എന്താണ് 8/10. അപ്പോൾ ഒരു 0 ആണല്ലേ 10-നുള്ളത്. അപ്പോൾ എന്താണ് 0.8 എന്ന് വരും അല്ലേ. 0.8. ഒരു നമ്പർ കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടുക. ഒരു നമ്പർ കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ടിട്ട് നമ്മളൊരു 0 ഇട്ട് കൊടുക്കണം അല്ലേ ഇവിടെ പോയിൻ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 0.8 സെൻറ്റിമീറ്റേഴ്സ് എന്ന് ഡെസിമൽ ഫോമിലും കിട്ടി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ എടുക്കുമ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ക്ലാസ് 5 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. രാധ ട്രാവൽഡ് ബൈ ട്രെയിൻ ഫ്രം തിരുവനന്തപുരം അറ്റ് 7:45 ആൻഡ് റീച്ച്ഡ് കോട്ടയം ഓൺ ദി സെയിം ഡേ അറ്റ് 11:15. ഇപ്പോൾ രാധ ട്രെയിനിൽ ട്രാവൽ ചെയ്തു അല്ലേ, തിരുവനന്തപുരത്ത് നിന്ന് 7:45 ആൻഡ് റീച്ച്ഡ് കോട്ടയത്ത് എത്തിയത് എത്രയാണ്, 11:15. ഓൺ ദി സെയിം ഡേ, ആ ദിവസം തന്നെ ഷീ ട്രാവൽഡ് ഫ്രം കോട്ടയത്ത് നിന്നും ട്രാവൽ ചെയ്തു അറ്റ് 15:10 15:10 ആൻഡ് റീച്ച്ഡ് തിരുവനന്തപുരം അറ്റ് 18:55 18:55 തിരുവനന്തപുരത്തെത്തി. കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തെത്തിയത് ഈ ടൈമിനാണ്. A question: how much time did Radha take to reach കോട്ടയം from തിരുവനന്തപുരം? എത്ര സമയമാണ് രാധ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തേക്ക് എത്താൻ സമയമെടുത്തത്? ഫ്രം തിരുവനന്തപുരം ടു റീച്ച് കോട്ടയം അല്ലേ, കോട്ടയത്തേക്ക് എത്താൻ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തേക്ക് ഫസ്റ്റ് അല്ലേ റീച്ച് ചെയ്യാൻ എത്ര ടൈം എടുത്തു? 7:45 തിരുവനന്തപുരത്ത് നിന്നും 11:15 ആയപ്പോഴാണ് കോട്ടയത്തെത്തിയത്. അപ്പോൾ 7:45 തൊട്ടിട്ട് എത്രയാണ്, 11:15 എവിടെ എത്തുന്നത്, കോട്ടയത്ത് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര സമയമെടുത്തു എന്നാണ് ചോദിച്ചത് അല്ലേ. തിരുവനന്തപുരത്ത് നിന്നും അല്ലേ, ഫ്രം തിരുവനന്തപുരം ടു കോട്ടയം അല്ലേ, കോട്ടയത്തേക്ക് എത്താൻ എത്ര ടൈം എടുത്തു? അപ്പോൾ നമുക്ക് 7:45 കഴിഞ്ഞാൽ എത്രയാണ്, 8 മണിയാവാൻ ഇവിടെ ഒരു 15 മിനിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ് നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ 8 മണിയായി അല്ലേ, 8 മണിയായി. 8 മണി 9 10 11 മണി വരെ എത്ര 3 ഹവേഴ്സായി. നെക്സ്റ്റ് എത്ര, ഇവിടെ ഒരു 15 മിനിറ്റ് ഉണ്ട്. ഈ 15 മിനിറ്റ് എത്രയാണ്, 30 അല്ലേ. കാലും അര അല്ലേ. 15 മിനിറ്റ് എത്രയാണ്, 30 മിനിറ്റ് അല്ലേ. 3 ഹവേഴ്സ് 30 മിനിറ്റ് ആണ്. 3 ഹവേഴ്സും 30 മിനിറ്റുമാണ് എവിടെ, തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തേക്ക് എത്താൻ അല്ലേ. 7:45 മുതൽ 11:15 വരെയുള്ള ടൈം. ബി ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദി ടൈം ടേക്കൺ ടു ട്രാവൽ ഫ്രം കോട്ടയം ടു തിരുവനന്തപുരം? കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്താൻ എത്ര ടൈം എടുത്തു? അപ്പോൾ കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്താൻ എത്ര ടൈം എടുത്തു? കോട്ടയം 15:10 യാത്ര തിരിച്ചിട്ട് തിരുവനന്തപുരത്ത് എത്തുന്നത് എപ്പോഴാണ്, 18:55. ഇത് 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12 മണി കഴിഞ്ഞാൽ 1 മണി 2 മണി 3 മണി അല്ലേ. 12 13 14 15 അല്ലേ, 3:10 അല്ലേ. 3:10 പോയിട്ട് 18:55 അവിടെ എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര ടൈം എടുത്തിട്ടുണ്ട് ട്രാവൽ ചെയ്യാൻ? 15:10 മുതൽ അല്ലേ, ആ 10 അവിടെ നിൽക്കട്ടെ, നമുക്ക് 15 മുതൽ കൂട്ടാം. 15 16 17 18 അല്ലേ, 18 വരെ 3 ഹവർ അല്ലേ, 3 ഹവർ. പിന്നെ എത്രയാണ്, ഇവിടെ ഒരു 55 മിനിറ്റ് ഉണ്ട്. 15:10 യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മളിവിടെ കൂട്ടിയിട്ടുണ്ടില്ല. 10 നിന്ന് കുറച്ചാൽ എത്രയാണ്, 55 10 മിനിറ്റ് പോയാൽ 45 അല്ലേ. അതായത് 3 ഹവറും 45 മിനിറ്റും അല്ലേ, 45 മിനിറ്റ് അല്ലേ, 3:45 ഹവേഴ്സ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇവിടെ എത്താൻ അല്ലേ. 3 ഹവർ 45 മിനിറ്റ്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ: ഹൗ മച്ച് ടൈം ഡിഡ് ഷീ ടേക്ക് ഫോർ ദി ടു ആൻഡ് ഫ്രോ ജേർണി ബൈ ട്രെയിൻ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ടോട്ടൽ എത്ര ടൈം എടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ആദ്യം തിരുവനന്തപുരത്ത് കോട്ടയത്തേക്ക് 3 ഹവർ 30 മിനിറ്റും പിന്നെ തിരിച്ചങ്ങോട്ട് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്ര 3 ഹവറും 45 മിനിറ്റും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ടു ആൻഡ് ഫ്രോ അല്ലേ, ഇവിടുന്ന് അങ്ങോട്ടും പിന്നെ തിരിച്ച് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും ആകെ എത്ര ടൈം എടുത്തു? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 3 ഹവറും 3 ഹവറും എത്രയാണ്, 6 ഹവർ അല്ലേ. 45 മിനിറ്റും 30 മിനിറ്റും എത്രയാണ്, 40 അല്ലേ. ഒരു 3/4 ഒരു 15 കൂട്ടിയ 1 മണിക്കൂർ പിന്നെയായി അല്ലേ. അപ്പോൾ 6 മണിക്കൂർ 7 മണിക്കൂറും പിന്നെ ഇവിടെ ഒരു 15 മിനിറ്റ് ബാക്കിയുണ്ട് അല്ലേ. 7 മണിക്കൂറും 15 മിനിറ്റും ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്, 7 ഹവേഴ്സ് 15 മിനിറ്റ് അല്ലേ, 15 മിനിറ്റ്.
D question, how much time does it take for a second hand of a clock to rotate once starting from 1 and reaching 1 again? അല്ലേ, ഒന്നിന്ന് തുടങ്ങിയിട്ട് ഒന്നിലേക്ക് എത്താൻ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കും? അതായത് സെക്കൻഡ് ഹാൻഡ് ആണ് ചോദിച്ചത് അല്ലേ. 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് അല്ലേ. 60 സെക്കൻഡാണ് അല്ലേ. അതായത് മിനിറ്റ് സൂചിയാണെങ്കിൽ 60 മിനിറ്റ് അല്ലേ. സെക്കൻഡ് സൂചിയാണ് 60 സെക്കൻഡാണ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്, അതായത് 1 മിനിറ്റ്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ടൈം ഈസ് ഈക്വൽ ടു 18:55? 18:55 ഈക്വൽ ആയിട്ടുള്ളത് ഇതിലേതാണ്? ഓപ്ഷൻ ഡി 6:55 PM ആണ് അല്ലേ. 18 എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ മോർണിംഗ് ആണ് AM അല്ലേ. 12ന് ശേഷം പിന്നെ PM ആണ്. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന ടൈമില്ലേ, 5 മണി 1 മണി മുതൽ എന്താണ് 5 മണി 5 AM അല്ലേ, അതാണ് AM മോർണിംഗിലെ 10 AM അല്ലേ നമ്മൾ സ്കൂളിലൊക്കെ എത്തുന്ന ടൈം. പിന്നെ 12 മണി ആയാൽ PM ആയി, 12 മണിക്ക് ശേഷം PM ആയില്ലേ. 12 മണിക്ക് ശേഷമാണ് 13, 14, 15 വരുന്നത് അല്ലേ. 13, 14, 15, 16, 17, 18 അല്ലേ. ഇതൊക്കെ 12ന് ശേഷമാണ്, അതായത് PM ആണ്. അതായത് 18 എന്ന് പറയുന്നത് എന്താണ് അല്ലേ, 12 കഴിഞ്ഞാൽ പിന്നെ 13 പറഞ്ഞാൽ 1 ആണ് അല്ലേ. 1, 2, 3, 4, 5, 6 അല്ലേ. 6:55 PM ആണ് 18:55 എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലോക്കൊക്കെ വരച്ചിട്ട് ക്ലോക്കിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ചാപ്റ്റർ കാണാത്തവർ നിർബന്ധമായിട്ട് ആ ചാപ്റ്റർ കണ്ടാൽ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നല്ല വ്യക്തമായിട്ട് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇതെല്ലാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 4, എ ക്വസ്റ്റ്യൻ, ഇഫ് 3 kilograms of sugar is filled equally in 4 packets, how many kilograms will 1 packet contain? ഒരു പാക്കറ്റിൽ എത്ര കിലോഗ്രാം ഉണ്ടാവും? 3 കിലോ ഷുഗർ ഈക്വലി ആയിട്ട് 4 പാക്കറ്റിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പാക്കറ്റാണ് അല്ലേ? 4 പാക്കറ്റ് അല്ലേ. 4 പാക്കറ്റ് അതിൽ എത്രയാണ്? 3 കിലോ ഷുഗറാണ് അല്ലേ ഈക്വലായിട്ടുള്ളത്. 3 kilogram ഷുഗർ ഈസ് ഫിൽഡ് ഈക്വലി ഇൻ 4 പാക്കറ്റ്സ്. 4 പാക്കറ്റിലാണ് ടോട്ടൽ ആക്കിയത് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണുള്ളത് അത് താഴെ എഴുതുക. അതിലെത്രയാണ്? 3 കിലോഗ്രാം ഷുഗറാണുള്ളത്. എങ്കിലെന്താണ് എത്ര കിലോഗ്രാം ഒരു പാക്കറ്റിൽ എത്ര ഉണ്ടാവും കാണാൻ, അതായത് 3/4 kg കിലോഗ്രാം. ബി ക്വസ്റ്റ്യൻ, ഇഫ് 17 ടോഫീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി എമോങ് 3 persons, 17 ടോഫീസ് 3 ആളുകൾക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. 3 പേർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 17 ടോഫീസ്. ഹൗ മെനി വിൽ ഈച്ച് വൺ ഗെറ്റ്? ഓരോരുത്തർക്കും എത്ര എണ്ണം കിട്ടും? ഹൗ മെനി വിൽ ബി ലെഫ്റ്റ് അല്ലേ, എത്ര എണ്ണം ലെഫ്റ്റ് ആകും? അപ്പോൾ 17 ടോഫീസ് എത്ര ആൾക്കാർക്കാണ്? 3 ആളുകൾക്കാണ് വീതിക്കേണ്ടത് അല്ലേ. 17/3 3 ആളുകൾക്കാണ് വീതിക്കേണ്ടത് അല്ലേ. അതിൽ എത്ര 3 ഉണ്ട്? 5 3s are 15 അല്ലേ. 15 17 5 5 പോയാൽ 2, അപ്പോൾ ബാലൻസ് 2. ലെഫ്റ്റ് ആയിട്ടുള്ളത് എത്രയാണ്? ബാക്കിയുള്ളത് 2. എത്ര ആൾക്കാർക്ക് നമുക്ക് വീതിക്കാം? ഹൗ മെനി വിൽ ഈച്ച് വൺ ഗെറ്റ്? ഓരോരുത്തർക്ക് എത്ര എണ്ണം കിട്ടും? 5 എണ്ണം വീതം കിട്ടും അല്ലേ. ഈച്ച് വൺ ഗെറ്റ് 5 അല്ലേ. ഈച്ച് വൺ ഗെറ്റ് 5. ബാലൻസ് എത്ര? ലെഫ്റ്റ് ആയിട്ടുള്ളത് 2 എണ്ണം ബാക്കിയുണ്ട്. സി ക്വസ്റ്റ്യൻ, 7 kilograms ഓഫ് ഷുഗർ ഈസ് ഫിൽഡ് ഇൻ 4 ഐഡൻറ്റിക്കൽ പാക്കറ്റ്സ്. 7 കിലോഗ്രാം 4 ഈക്വലായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. 7 കിലോഗ്രാം അല്ലേ. ആകെ 7 കിലോഗ്രാം എത്ര ആൾക്കാർക്കാണ് വീതിച്ചത്? 4 ആളുകൾക്കാണ് വീതിച്ചത്. ഹൗ മെനി kilograms ഓഫ് ഷുഗർ ഈസ് ഇൻ 1 പാക്കറ്റ്? ഒരു പാക്കറ്റിൽ അങ്ങനെയാണെങ്കിൽ എത്ര കിലോഗ്രാം ഷുഗർ ഉണ്ട്? റൈറ്റ് ദിസ് ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ നാച്ചുറൽ നമ്പർ ആൻഡ് ഫ്രാക്ഷൻ ടുഗദർ. ഫ്രാക്ഷനിൽ എഴുതണം, അതുപോലെ നാച്ചുറൽ നമ്പർ എഴുതണം. ഫ്രാക്ഷൻ പറഞ്ഞാൽ P/Q ഫോമിലല്ലേ, അതായത് 7/4 അല്ലേ. നമ്മൾ എത്ര ആൾക്കാണോ വീതിക്കുന്നത് അല്ലേ. ആകെ എത്ര ഉണ്ട്? 7 കിലോഗ്രാം ഷുഗർ ഉണ്ട്. അത് ഈസ് ഫിൽഡ് വിത്ത് 4 ഐഡൻറ്റിക്കൽ പാക്കറ്റ്സ് അല്ലേ. 4 പാക്കറ്റുകളിലാണ് ആക്കിയത്, അതായത് by4 അല്ലേ. അപ്പോൾ 7/4 അല്ലേ. ഇവിടെ അതേപോലെ തന്നെ എത്രയാണ്? 17 ടോഫീസ് ഉണ്ട് അല്ലേ. 17 അത് എത്ര ആൾക്കാരാണ് വീതിക്കുന്നത്? 3 ആളുകൾക്ക്. 17/3 അല്ലേ. 17 ഹരിക്കണം 3 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 7/4 7/4നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 3/4 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. 4 അല്ലേ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 + 3 എന്താണ്? 7. 7/4 തന്നെയാണ് ഇതും. 1 3/4 അല്ലേ. 4നോട് എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 7 കിട്ടുക? 3 ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ 3/4 എടുക്കുക അല്ലേ. 1 3/4 അല്ലേ. അതായത് ക്രോസ് ആയിട്ട് 4 അല്ലേ. 1 × 4 4 + 3 അല്ലേ. ഇങ്ങോട്ട് എന്താണ് പ്ലസ് ചെയ്യാണ് വേണ്ടത്? 4 + 3 7/4 അല്ലേ. 7/4നെ 1 3/4 എന്നും എഴുതാം. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഈക്വൽ ടു 1 1/4? 1 1/4നോട് ഈക്വൽ ആയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ളതിൽ എന്താ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 4 4 4 + 1 എന്താണ്? 5 5/4 എന്ന് വരും അല്ലേ. 5 1/4നോടാണ് ഇത് ഈക്വൽ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ക്വസ്റ്റ്യൻ എ, വാട്ട് വുഡ് ബി ദി റിമൈൻഡേഴ്സ് വെൻ എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 4? ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് എന്തൊക്കെ വരും?
4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വരും അല്ലേ, 0 വരും, 1 വരും അല്ലേ. 5 കൊണ്ട് ഒരു നമ്പറിനെ അല്ലേ 4 കൊണ്ട് 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര വരും? 5ൽ എത്ര 4 ഉണ്ട്? ഒരു 4, റിമൈൻഡർ എന്ത് വരും അല്ലേ? 5 4 പോയാൽ 1, റിമൈൻഡർ 1 വന്നു. ഇനി 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരും. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരും. അങ്ങനെ ഏതൊക്കെ വരും റിമൈൻഡേഴ്സ്? അപ്പോൾ റിമൈൻഡേഴ്സ് ഏതൊക്കെ വരും? 0 1 2 3 ഇതൊക്കെ വരും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനേക്കാളും ചെറിയ നമ്പേഴ്സ് അല്ലേ, അതിനേക്കാളും ചെറിയ സംഖ്യകൾ അല്ലേ, 3 2 1 0 ഇതൊക്കെ റിമൈൻഡേഴ്സ് ആയിട്ട് വരും. ബി വാട്ട് ഈസ് ദി റിമൈൻഡർ വെൻ ദി നമ്പർ ഈസ് ദി സീക്വൻസ് 5 10 15 20 ആർ ഡിവൈഡഡ് ബൈ 5 അല്ലേ. ഇതിനെ ഈ സീക്വൻസിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ, ഇതൊക്കെ 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് 5 10 15 20. അപ്പോൾ ഇതെന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതൊക്കെ 5നെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന സംഖ്യയാണ്. അപ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. ക്വസ്റ്റ്യൻ റൈറ്റ് എ നമ്പർ സീക്വൻസ് ദാറ്റ് ഹാസ് എ റിമൈൻഡർ 1 വെൻ ഡിവൈഡഡ് ബൈ 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന ഒരു സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത്. 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ 0 ആണ് വരിക. അപ്പോൾ 1 കൂടിയ നമ്പർ ആകുമ്പോൾ 1 റിമൈൻഡർ ബാലൻസ് വരും അല്ലേ. അതായത് 6 എടുക്കാം അല്ലേ, 6. ഇപ്പോൾ റിമൈൻഡർ 1 വരുന്ന ഒരു സീക്വൻസ് ആണ് എഴുതേണ്ടത്. അതായത് 5 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണ്. അപ്പോൾ 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 10നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണ്. അപ്പോൾ 11 കൊണ്ട് അല്ലേ, അതുപോലെ 16 അല്ലേ, അങ്ങനെ പോകും. 21 ഇതിനെ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്താൽ എന്താണ് നമുക്ക് റിമൈൻഡർ 1 വരും അല്ലേ. 6നെ കൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6ൽ എത്ര 5 ഉണ്ട്? 1 5 ആർ 5 ബാലൻസ് 1 വന്നു, റിമൈൻഡർ 1 വന്നു അല്ലേ. അതേപോലെ തന്നെയാണ് എന്ത് 10 അല്ലേ, 10ൽ 2 5 10 ബാലൻസ് 1 വരും അല്ലേ. അങ്ങനെയാണ് റിമൈൻഡർ. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ റൈറ്റ് എ നമ്പർ സീക്വൻസ് ദാറ്റ് ഹാസ് എ റിമൈൻഡർ 2 വെൻ ഡിവൈഡഡ് ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരണം അല്ലേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് റിമൈൻഡർ 2 വരണമെങ്കിൽ ഏതൊക്കെ നമ്പർ? 5 8 11 14 എടുത്താൽ നമുക്ക് റിമൈൻഡർ എന്ത് വരും? 2 വരും അല്ലേ. 5ൽ എത്ര 3 ഉണ്ട്? ഒരു 3. പിന്നെ ബാലൻസ് എത്രയുള്ള 2 അല്ലേ, റിമൈൻഡർ 2 വന്നു. 8ൽ എത്ര 3s ഉണ്ട്? 2 3s ആർ 6 അല്ലേ, ബാലൻസ് എന്ത് വന്നു? 2 വന്നു അല്ലേ. അങ്ങനെ റിമൈൻഡർ 2 വരുന്ന സീക്വൻസ് ചെയ്താനാണ് ഈ ക്വസ്റ്റ്യൻ. വെൻ എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 9 ദി കോഷ്യൻ്റ് ഈസ് 0 ആൻഡ് ദി റിമൈൻഡർ ഈസ് 8. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദി നമ്പർ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതാണ്? ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് 0 കിട്ടി, റിമൈൻഡർ 8ഉം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആ നമ്പർ? ഇതാണ് അല്ലേ. ഇതാണ് ഫസ്റ്റ് വൺ ആണ് കറക്റ്റ് അല്ലേ. 0 എന്താണ്? കോഷ്യൻ്റ് ആണ്. ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 9 ആണ്. പ്ലസ് 8 റിമൈൻഡർ ആണ് നമ്മൾ പ്ലസ് 8 എന്ന് പറഞ്ഞ ഇതിൽ. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 6 ക്വസ്റ്റ്യൻ എ റൈറ്റ് ദി ഫ്രാക്ഷൻ ദാറ്റ് റെപ്രസെൻറ്റ് ദി ഷെയ്ഡഡ് പാർട്ട്. ഷെയ്ഡഡ് പാർട്ടിനെ കാണിക്കുന്ന ഫ്രാക്ഷൻ എഴുതാനാണ്. ഇതെന്താണ്? ഒന്ന് മൊത്തം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഇതിനെ 1 എന്ന് പറയാം. ഇതെന്താണ്? 4 ഭാഗത്തിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത് അല്ലേ. മൊത്തം 4 ഭാഗം, അതിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത് അല്ലേ. എത്ര ഭാഗമാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ അത് താഴെ എഴുതുക, എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ അത് മുകളിൽ എഴുതുക അല്ലേ. അതായത് 1/4 എന്നാണ് ടോട്ടൽ ഇതിന് പറയുക അല്ലേ. 1 1/4 അല്ലേ, 4ൽ ഒരു ഭാഗം ഇവിടെ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ഡ്രോ ദി പിക്ചർ ടു റെപ്രസെൻറ്റ് ദി ഫ്രാക്ഷൻ 1 1/8 ബൈ യൂസിങ് സർക്കിൾ ആൻഡ് പാർട്ട് ഓഫ് സർക്കിൾസ്. എന്താണ് 1 എന്ന് പറയുമ്പോൾ ഒന്ന് മൊത്തം ഷെയ്ഡ് ചെയ്യുക. 1/8 എന്ന് പറയുമ്പോൾ ഇതിന് 8 ഭാഗം അല്ലേ, 8 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യുകയാണ് വേണ്ടത് അല്ലേ. ഇത് 4 ഭാഗമാക്കിയിട്ടല്ലേ ഉള്ളൂ. ഇതേപോലത്തെ 8 പാർട്സ് അല്ലേ, താഴെ 4ഉം മുകളിൽ 4ഉം. അപ്പോൾ 8 പാർട്സിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തത് അല്ലേ. ടോട്ടൽ എത്ര ഉണ്ടോ അതാണ് താഴെ, മുകളിൽ എന്താണ് ആ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തത് അല്ലേ, ഷെയ്ഡ് ചെയ്ത ഭാഗമാണ്. അങ്ങനെ വരക്കുക. സി ഇഫ് യു റൈറ്റ് 1 1/4 1 1/8 ആൻഡ് 1 1/3 ഇൻ അസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരിക, അസെൻഡ് എന്ന് പറഞ്ഞാൽ കൂടി വരുന്ന ക്രമത്തിൽ എഴുതുകയാണെങ്കിൽ വിച്ച് വൺ കംസ് ഇൻ ദി മിഡിൽ, ഏതായിരിക്കും നടുവിൽ വരിക? കൂടി വരുന്ന ക്രമത്തിൽ എഴുതുകയാണെങ്കിൽ ഏതായിരിക്കും നടുവിൽ വരിക അല്ലേ. 1 1/4 ആണ് നടുവിൽ വരിക. ഡി ഇൻ വിച്ച് റെക്റ്റാങ്കിൾ ബിലോ ഈസ് 1/3 പാർട്ട് ഷെയ്ഡഡ് അല്ലേ. 3ൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തത് ഇതിലേതാണ്? ഇതിലേതാണ് 3ൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തത്? ഇതാണോ? ഇത് 3 ഈക്വൽ പാർട്സ് അല്ല. ഓക്കെ, അപ്പോൾ ഇതല്ല അല്ലേ. 3 ഈക്വൽ പാർട്സിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തതെന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ 3 ഈക്വൽ പാർട്സ് ഏതാണ്? അപ്പോൾ 3 ഈക്വൽ പാർട്സ് ഇതാ, ഒരു ഈക്വൽ പാർട്സ് 2 3 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു അല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇതുപോലെ ഒരു ഭാഗം, ഇത് 2 ഭാഗം 3 ഭാഗം, ആ 3 ഭാഗത്തിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ലേ. ഇതിനെ നമുക്ക് 3 ഈക്വൽ പാർട്സ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ 1/3 പാർട്ട് ഷെയ്ഡഡ് ആയിട്ടുള്ളത് ഡി ആണ്. ഇത് തെറ്റിച്ചെഴുതരുത്.
നെക്സ്റ്റ് ആക്ടിവിറ്റി 7. ദർ ആർ 4 സൺഡേസ് ആൻഡ് 5 സാറ്റർഡേസ് ഇൻ ദി ഡിസംബർ ഓഫ് എ ഇയർ. ഒരു വർഷത്തെ ഡിസംബറിൽ 4 സൺഡേസും 5 സാറ്റർഡേ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഡേ ഈസ് ദി 31st ഡിസംബർ? 31ാമത്തെ ദിവസം ഏതായിരിക്കും? 31ാമത്തെ ദിവസം സാറ്റർഡേ ആണ്. വിച്ച് ഡേ ഈസ് ദി 1st ഓഫ് ഡിസംബർ? 1ാമത്തെ ദിവസം ഏതായിരിക്കും? തേഴ്സ്ഡേ ആണ്. വിച്ച് ആർ ദി ഡേയ്സ് ഇൻ ഡിസംബർ ദോസ് കംസ് 5 ടൈംസ്? 5 തവണ വരുന്ന ഡേയ്സ് ഏതൊക്കെയാണ്? സാറ്റർഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ഇതൊക്കെ 5 തവണ വരുന്നുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ലീപ്പ് ഇയർ? ലീപ്പ് ഇയർ അല്ലാത്തത്, അതിവർഷം അല്ലാത്തത് ഏതാണ്? 2018 ആണ് ലീപ്പ് ഇയർ അല്ലാത്തത്. ഇതിൽ ഇതൊക്കെ എന്താണ്? ലീപ്പ് ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചത്. ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ക്ലാസ് 5 ക്രിസ്മസ് എക്സാം എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഈ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ.